ഹായ് ഗൈസ് ഹായ് വെൽക്കം ബാക്ക് ടു ലേണിംഗ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് അറിയോ, നമ്മൾ ഒരു വീക്കിലേക്കുള്ള വീഡിയോസ് റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. 9ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയിലെ ഒന്നാമത് ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 എന്താ ചാപ്റ്റർ 1ന്റെ പേര്? കെമിസ്ട്രിയിലെ നമ്മുടെ ചാപ്റ്റർ 1 അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്റർ +1 രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒരു കണക്ഷനുള്ള ചാപ്റ്റർ ആണ്. സോ നമുക്ക് മെല്ലെ പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്നെ കൊണ്ട് കഴിയുന്നതുപോലെ ഞാൻ ക്ലാസ് തന്നിരിക്കുന്നതാണ്. സോ അപ്പൊ നമ്മൾ ഇന്ന് പെട്ടെന്ന് നമ്മൾ ഒരുപാടില്ല, നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഇന്നും നാളെ മറ്റന്നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. സോ നോക്കാം, നമുക്ക് ഫസ്റ്റത്തെ പാർട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്കറിയാം, സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഘടന എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം ആറ്റത്തിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ മെല്ലെ നോക്കി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമത്തെ ഭാഗം നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുക. ഒരു ആറ്റം, നമ്മളൊരു നൈസായിട്ട് ഒരു ചിത്രം വരയ്ക്കുകയാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് കൂടെ ഇങ്ങനെ കറങ്ങുന്ന ഒരു ഫീൽഡ്. ഓക്കെ, ഈ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് ഇനി സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് സബാറ്റോമിക് എന്ന് പറയും. സബാറ്റോമിക് പാർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. പാർട്ടിക്കിൾ, ഓക്കെ, പാർട്ടിക്കിൾസ്. ഓക്കെ, സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ സബാറ്റോമിക് പാർട്ടിക്കിൾസിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാമത്തെ ആളാരാന്നറിയോ? പ്രോട്ടോൺ വരും. ഓക്കെ, പ്രോട്ടോൺ വരും, ന്യൂട്രോൺ വരും, ഇലക്ട്രോൺസ് വരും. ഇതൊക്കെ ഏറ്റവും ബേസ് ആയിട്ട്. ഓക്കെ, ചാപ്റ്ററിൽ കിടക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഈ ഒരു ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ സബാറ്റോമിക് ഉണ്ട്. ആ സബാറ്റോമിക് പാർട്ടിക്കിൾസിൽ വരുന്ന ഒന്നാമത്തെ ആള് പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോൺ. കത്തിയിട്ടുണ്ടോ? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്, ഇലക്ട്രോണും ഉണ്ട്. ക്ലിയറിംഗ് വെച്ച് കുറവൊന്നും ഇല്ലാന്നാണ് വിചാരിക്കുക. ഓക്കെ, പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്, ഇലക്ട്രോണും ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഭാഗത്തൂടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്ലേസ് ഒന്ന് പഠിച്ചാൽ മതി. ഈ ഒരു ഇലക്ട്രോണിന്റെ കേസ് മാത്രം നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഇലക്ട്രോണിന്റെ കേസാണ്. ഇലക്ട്രോൺ കാണപ്പെടുന്നത് ഈ ഒരു പുറത്തായിട്ടാണ്. ഇലക്ട്രോൺ എപ്പോഴും പുറത്താണ് നിൽക്കുക. നമ്മൾ ഈ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പുറത്തു കൂടെയാണ് ഇലക്ട്രോണെ ക്രമീകരിക്കുക. അപ്പൊ ഈ ഉള്ള ആൾക്കാരാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഓർത്തു വെക്കുക, പ്രോട്ടോണും ന്യൂട്രോണാണ് ഉള്ളിലെ ന്യൂക്ലിയസിലെ പ്രധാനപ്പെട്ട ആൾക്കാർ. ഇത് കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മെല്ലെ തുറന്ന് ഉള്ളോട്ടേക്ക് പോകാം. ഓക്കെ, ഏകദേശം ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോണ് അതിന്റെ ചാർജുകൾ ഒന്ന് അറിയണം. അതും ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? കമന്റ് പറഞ്ഞോ. ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? കമന്റ് പറഞ്ഞോളി. സോ നിങ്ങൾ പറയും പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണെന്ന് പറയും. കറക്റ്റ് ആണ്, പോസിറ്റീവ് ആണ് പ്രോട്ടോണിന്റെ ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജോ? യെസ്, ഇലക്ട്രോണിന്റെ ചാർജോ നെഗറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ മെജോറിറ്റി കുട്ടികൾ പറയില്ല ന്യൂട്രോണിന് ചാർജ് ഇല്ല, 0 അല്ലെങ്കിൽ ചാർജ് ഒന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഒന്ന് അറിയേണ്ട കാര്യങ്ങൾ. അത് നിങ്ങൾ കിട്ടിയതിനനുസരിച്ച് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഇനി എക്സ്പെരിമെന്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നും പോരാ. നമ്മുടെ ബോർഡ് ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം. ഓക്കെ, എക്സ്പെരിമെന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആൻഡ് അതോടൊപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും അല്ലെങ്കിൽ ഒരു നോട്ട് പെന്നും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഷുവർ, അടിപൊളി. ഓക്കെ, നമുക്ക് മെല്ലെ തുടങ്ങാം. എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റത്തെ എക്സ്പെരിമെന്റിന്റെ പേര്? ഇതിൽ ഫസ്റ്റിന്റെ നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഉണ്ട്, അതേപോലെ പ്ലം പുഡിംഗ് ഉണ്ട്, പിന്നെ വരുന്നത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ് നമ്മളിവിടെ പറയാം. മറ്റു രണ്ടെണ്ണം നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് നോക്കിയാൽ മതി. അതിന്റെ ഒരു കണ്ടന്റ് നമ്മൾ പറയും. സോ ഒന്നാമത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ അതാണ്. ഷോർട്ട് ആക്കിയാണെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ്. DT എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആൻഡ് ഡിസ്കവറി ഓഫ്
ഷോർട്ടാക്കി എളുപ്പം. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ആ ഒരു കേസാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിന്റെ ശരിക്കും മലയാളം മീനിങ് എന്താ വെച്ചാൽ അത്രേ ഉള്ളൂ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം ഇലക്ട്രോണിനെ കണ്ടെത്തുന്നത്. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരൊറ്റ ഒരു വൺ മാർക്കിന് ചോദിക്കുന്നത് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. റെഡിയാണോ? കമന്റ് ചെയ്യാം. ഇലക്ട്രോണിനെ ആരാണ് കണ്ടുപിടിച്ചത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഇലക്ട്രോൺ ആരാണോ കണ്ടുപിടിച്ചത് അതാരാണെന്ന് നിങ്ങൾ പെട്ടെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൽ പറയും. ഈ ഒരു പരീക്ഷണം നടക്കുന്നത് 1875 കാലഘട്ടത്തിലാണ്. അതൊരു ഓർമ്മ ഒരു ടോപ്പിക്കാണ്. 1875 കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു പരീക്ഷണം നടക്കുന്നത്. ആരാന്നറിയോ പരീക്ഷണം നടത്തുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഓർത്ത് വെക്കുക, ഒന്നാമത്തത് വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. ആ വില്യം ക്രൂക്സിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ കേസിൽ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ചിത്രം ഒന്ന് നമ്മൾ വരച്ചു നോക്കാൻ പോകാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞോളൂ, അല്ലെ കമന്റ് പറഞ്ഞോളൂ. ഓക്കെ, ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട്, ഒരു ആനോഡും ഒരു കാഥോഡും നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാനൊരു പ്ലേസിംഗ് വാക്വം പമ്പ് കൊടുത്തിട്ടുണ്ട്, ഹൈ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയോ? യെസ്, ഇത്രയും മതി. ഇനി നമുക്ക് ഇതിന്റെ ആൾക്കാർ ഫസ്റ്റ് നമ്മൾ കൊടുത്തത് ഒരു ട്യൂബാണ്, പിന്നെ കൊടുത്തത് വാക്വം പമ്പ്, ആനോഡ്, കാഥോഡ് ആൻഡ് ഹൈ വോൾട്ടേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഭാഗത്തെ ഞാൻ കാഥോഡ് എന്ന് വിളിക്കും. അപ്പൊ ചോദിക്കും, ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഭാഗം ഏതാ? കാഥോഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ചാർജ് ആണ് ഇവിടെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതിന്റെ ചാർജ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്. കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. പിന്നത്തെ കേസിൽ ആനോഡിന്റെ ചാർജ് ആണ് പിന്നെ ഇമ്പോർട്ടന്റ്. ആനോഡിന്റെ ചാർജ് എന്താണ്? ഇതിപ്പോ നെഗറ്റീവ് ആണ്, മറ്റേത് ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കണം. ഈ ഒരു രണ്ട് ചാർജും നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് വരാം. സോ അങ്ങനെ ഞാനാണ് ഇപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത് നിങ്ങൾ വിചാരിക്കുക, അല്ലെ നിങ്ങളാണ് ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത് വിചാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട, നമ്മൾ ഇതിലേക്ക് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. കറണ്ട് ഞാൻ ഇങ്ങനെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. ഓക്കെ, കറണ്ട് ഇങ്ങനെ ഞാൻ പാസ് ചെയ്യുകയാണ്. കാഥോഡ് ഉണ്ട്, അതേപോലെ തൊട്ടപ്പുറത്ത് ഈ ഒരു ഭാഗം നമ്മൾ ഏതായിരിക്കും? ആനോഡ് ആയിരിക്കും. ആനോഡിന്റെ സിമ്പൽ എനിക്ക് ഓൾറെഡി അറിയാം, പോസിറ്റീവ് ആണ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് ഞാൻ ഇവിടെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഈ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റിലേക്ക് ആവശ്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കാം. ഞാനാണ് ഇവിടെ ഹൈ വോൾട്ടേജ് ഞാൻ കൊടുക്കുന്നത്. ഹൈ വോൾട്ടേജ് കൊടുത്ത് കറണ്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, വലിയ കാര്യങ്ങളൊന്നും എനിക്ക് തിരിഞ്ഞിട്ടില്ല, വലിയ കാര്യങ്ങളൊന്നും എന്തെങ്കിലും ഫോണുണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഞാനൊന്ന് ആലോചിച്ചു, ഇതിനുള്ളിൽ എയർ ഉണ്ടാവുമല്ലോ, ആ എയറിനെ മൊത്തം അങ്ങോട്ട് റിമൂവ് ചെയ്താളാം, ഇല്ലാണ്ടാക്കിയാളാന്ന്. അങ്ങനെ വാക്വം ഉപയോഗിച്ച് നമ്മൾ വലിച്ചെടുത്ത് ഫുൾ ഈ ഒരു എയർ രഹിതമായിട്ടുള്ള ഒരു ട്യൂബിനെ നമ്മൾ സൃഷ്ടിച്ചു. പിന്നീട് ഞാൻ ഒന്നുകൂടെ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ നിൽക്കണ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു റേസ് ഇങ്ങനെ പോണേ കണ്ട്, ഒരു തുള്ളി പോലും എയർ ഇല്ലാത്ത സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു എയർസ് ഇങ്ങനെ ഒരു റേസ് പോണ നമ്മൾ ഇങ്ങനെ കണ്ടു. ശുഭം, ഒരു റേസ് പോണ ഞാനിങ്ങനെ കണ്ട്. അങ്ങനെ റേസ് പോയി ഇവിടെ എത്തി. ഇവിടെ എത്തിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ വേക്കിൽ എന്തോ ഒരു ഗ്ലോ. പക്ഷെങ്കിൽ ഇഷ്യൂ എന്താ വെച്ചാല് ഈ ഒരു കാഥോഡ് നിന്ന് പോകുന്ന രശ്മി ആനോഡിലേക്ക് എത്തി. അതിന്റെ വേക്കിലാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു ഗ്രീൻ ഗ്ലോ തെളിഞ്ഞിരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഗ്രീൻ ഗ്ലോ തെളിയണമെങ്കിൽ ആനോഡിൽ ചെറിയ ഹോൾസ് ഇട്ടു. എന്ന് കരുതുക. ആനോഡിൽ ചുണ്ണി ഹോൾസ് ഇട്ട്, പ്രധാനമായിട്ട് ചെറിയ ഹോൾസ് ഇട്ടപ്പോ മെല്ലെ ഈ ഒരു കാഥോഡിൽ ഇങ്ങനെ റേസ് വരികയാണ്. അപ്പൊ ഇതിന്റെ ബേക്കിൽ നിന്ന് ആ ഒരു ഹോളും കടന്ന് ഈ ഒരു ബേക്കിൽ ഒരു ഗ്രീൻ ഗ്ലോ വന്ന് ആ ഒരു ഗ്രീൻ ഗ്ലോ വരെയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാം. ഓക്കെ, ഗ്രീൻ ഗ്ലോ പഠിക്കാൻ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാം. പക്ഷേ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ഇരിക്കെ എക്സ്പെരിമെന്റ് കണ്ടു, ഇവിടെ ഗ്രീൻ ഗ്ലോ വന്നു.
അതിലേക്ക് ഒരൊറ്റ ഒരാള് ഒരു പെഡൽ, ഒരു വീല് ഞാൻ കൊണ്ടുപോയി വെച്ചു. വീല് കൊണ്ടുപോയി കറക്റ്റ് ഈ സെന്ററിൽ ഞാനായിട്ട് വെച്ചേ. ഈ ഒരു സെന്ററിൽ ഒരു പെഡൽ വീല് ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു. പക്ഷേങ്കിൽ ഈ ഒരു കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് വരുന്ന റേസ് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ചക്രം ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ടയർ, അല്ലെങ്കിൽ ഈ ഒരു വീല് ഇങ്ങനെ കറങ്ങണം. അപ്പൊ നമുക്ക് അവിടെ എന്ത് മനസ്സിലാക്കാം? വീല് റൊട്ടേറ്റ് ചെയ്തു. ടെക്സ്റ്റ് ബുക്ക് മുമ്പിലാണ് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്താ പറയാ, അതിനെന്തിട്ട് മനസ്സിലാക്കാം? ഒരു കാഥോഡ് റേസിന് മാസ് ഉണ്ട്. ഒരാൾക്ക് ശക്തി ഉണ്ടെങ്കിലല്ലേ ഒരു ടയറോ ഒരു ചക്രമോ എന്തെങ്കിലും കറങ്ങോ. വെറുതെ നിൽക്കുന്ന ഒരു കാർ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലല്ലേ വണ്ടി മൂവ് ആവും, അല്ലാതെ മൂവ് ആവില്ല. അതിന് ആക്സിലേറ്റർ കൊടുക്കുന്നത് അതാണ് ഇവിടെ ഈ ഒരു കാഥോഡ് റേസ്. കാഥോഡ് റേസ് വന്നു, ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞോ? ഇല്ല, രണ്ടാമതൊരു ചിന്നി പോയിന്റ് കൂടി ഉണ്ട്. അതാണ് എന്തെന്ന് ചോദിച്ചാൽ, ഇതിന്റെ മുമ്പിൽ ഞാനൊരു അതാര്യ ഒക്യുപ്പൈ എന്നറിയില്ല, ഒക്യുപ്പൈ അല്ലേ, ഒരു അതാര്യ വസ്തു ഒപ്പാക്ക് എന്ന് പറയും. ആ ഒരു കാര്യം ഞാൻ ഇവിടെ വെച്ചു. ഒരു അതാര്യമായിട്ടുള്ള വസ്തു, ലൈറ്റ് ഒന്ന് കടത്തി വിടാൻ സാധിക്കാത്ത ഒരു വസ്തു ഞാൻ ഇവിടെ വെച്ചപ്പോ ഇവിടെ ഇങ്ങനെ വെച്ചപ്പോ കണ്ടെന്നറിയോ, ഇതിന്റെ ഷാഡോ നേരെ ഇതിന്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കണ്ട്, അതിന്റെ ഒരു ഷാഡോ ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് കണ്ട്, ഷാഡോ കണ്ടു. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ടത്, ഷാഡോ കണ്ടു. അതാണ് രണ്ടാമത്തെ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവസാനത്തെ ഭാഗം അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു കാഥോഡ് റേസ് വന്നിട്ടുള്ളത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ്, വളഞ്ഞിരുന്നല്ല പോയിട്ട് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇത് കാണിക്കില്ല, എന്ന് ഷാഡോ കാണിക്കില്ല എന്നായിരുന്നു. അവസാനത്തെ മൂന്നാമത്തെ ഭാഗം ഞാൻ ഇതിന്റെ തൊട്ട് മുകളിൽ താഴ്ത്തുമായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. ഇത് നെഗറ്റീവും മുകളിൽ പോസിറ്റീവും വെച്ചു. പക്ഷെങ്കിൽ ഈ കാഥോഡ് റേസ് വന്ന് അട്രാക്ട് ചെയ്തത് എവിടേക്കാണെന്നറിയോ? ഈ ഒരു പോസിറ്റീവിലേക്കാണ് ചെയ്തിട്ടുള്ളത്. കാഥോഡ് റേസ് വന്ന് പതിച്ചിട്ടുള്ളത് പോസിറ്റീവിലേക്കാണ്. അതാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പം അതാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ എക്സ്പെരിമെന്റ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ എക്സ്പെരിമെന്റ് മൊത്തം നിങ്ങൾക്ക് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ അറിയിക്കാം. സോ നമ്മളെ ഇന്നത്തെ പാർട്ട് 1 ക്ലാസ് നമ്മൾ ഇത്രയാണ് ഇന്ന് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ പാർട്ടായി നമുക്ക് ഡിവൈഡ് ചെയ്ത് സോ നമുക്ക് പഠിച്ചത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ന്യൂട്രോൺ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, അവിടെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ പഠിച്ചു, അതിന്റെ ചാർജുകൾ പഠിച്ചു. അതേപോലെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ് ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആൻഡ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് കണ്ടു. ആ എക്സ്പെരിമെന്റിന്റെ മുതലാളി ആരാണ്? വില്യം ക്രൂക്സ് ആണ് ചെയ്തിട്ടുള്ളത്. വില്യം ക്രൂക്സ് ഇങ്ങനെ ഒരു വലിയൊരു ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ട്യൂബിനുള്ളിൽ കൂടെ കാഥോഡ് റേസ് പോകുന്നത് കാണുകയാണ്. അതിന് മുമ്പ് ഇതിലേക്ക് ഒരു വരികയാണ്. പക്ഷെ ഒന്നുകൂടി കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് വീല് വെച്ചു. ആ വീല് ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കി